നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ടൈഗറിനെ കൊണ്ടുപോകാതെ പഴയതുപോലെ ഞാനും പങ്കിയും കൂടെ ഒന്ന് ഇറങ്ങിയതാണ് പുറത്തോട്ട് കേട്ടോ. പങ്കിയുടെ റൂം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പങ്കിയും കൊണ്ടുപോയി ടൈഗറിനെ അവിടെ കെട്ടിയിട്ട്, കാരണം പങ്കിക്ക് എൻ്റെ അടുക്ക് വരാനൊരു അവസരം കൊടുക്കുന്നില്ല അവനെ. അതുകൊണ്ട് ഞാനും പങ്കി മാത്രം ഇറങ്ങി. അപ്പോൾ അതുപോലെ പങ്കി എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും. അവനുണ്ടെങ്കിലേ ഉള്ളൂ കൂടെ വരാത്തത്, അല്ലെങ്കിൽ എൻ്റെ പങ്കി മോൾ കൂടെ തന്നെ നിൽക്കും. പണ്ട് ഇതേപോലെ ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പങ്കിച്ച് നിഴൽ പോലെ കൂടെ ഉണ്ടാവും. ഇന്നിപ്പോൾ പങ്കി ഒന്ന് തൊടണമെങ്കിൽ ഇപ്പോൾ അവൻ്റെ അനുവാദം വേണമെന്നുള്ള സ്ഥിതിയാണ്. അവൻ സമ്മതിക്കത്തേ ഇല്ലെന്നുള്ളതാണ്. പങ്കിക്കും അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും മാത്രം കറങ്ങാൻ പോയതുകൊണ്ട്. പണ്ട് ടൈഗർ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു പരിപാടി. ഞാൻ എവിടെ പോകുന്നു ഇതേപോലെ കൂടെ നിഴൽ പോലെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ പെണ്ണിന് എൻ്റെ അടുക്ക വരാനുള്ള അവസരം അവൻ കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. അതാ സത്യം. അല്ല, അവൾക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. അവൻ പിന്നെ കുഞ്ഞായതുകൊണ്ട് നമ്മുടെ അടുക്ക വന്ന് ഇങ്ങനെ അങ്ങ് കളിയും ചിരിയായിട്ട് പോകുന്നത് കൊണ്ട് നമ്മളൊന്നും പറയാത്തതാണ്. അതിൻ്റെ വിഷമമൊക്കെ പങ്കിച്ചിട്ടുണ്ട്, എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മാത്രം ഇങ്ങനെ കറങ്ങാൻ പോവുക. അവനെ അവിടെ കെട്ടിയിട്ടിട്ട് പോയതാണ്. ഇതിപ്പോൾ അവനുണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ കൂടെ വരത്തില്ല. 4 പാടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങ് ഓടിയനെ. വേണ്ട, കഥാനായകൻ കിടക്കുന്നുണ്ടോ? ഞങ്ങളെയും കാത്ത് കിടക്കുമായിരുന്നു. അവനെ കൊണ്ടുപോകാതെ പോയതിൻ്റെ ചൊരുക്ക് ഇപ്പോൾ അവൻ തീർക്കും. മിക്കവാറും പങ്കിയോട് തന്നെ തീർക്കും. പങ്കിയോട് ഞാൻ പറയുന്നുണ്ട് വരയ്ക്കകത്ത് കയറാൻ പറഞ്ഞു. വേണ്ട, കയറ്റുന്നില്ല. ഓക്കെ, ഇവിടെ കയറണ്ടെന്ന് അവൻ പറയുന്നത്. പങ്കി അത് കേട്ടോണ്ടെങ്കിൽ തിരിഞ്ഞു പോരുമോ? വീണ്ടും ചെല്ലുന്ന ഉടനെ കടിക്കുന്നു നോക്കിയേ. കുരുത്തം കെട്ടവനാണെന്നുള്ളതാണ്. ഞാൻ അവിടെ അങ്ങ് ഇരുന്നുകൊണ്ട് പങ്കി അവിടെ തന്നെ നിൽക്കും. അവനും അതേപോലെ അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്, എന്നെ അള്ളിപ്പിടിച്ച് എടുക്കാനാണ്. പങ്കിയെ തൊടാതിരിക്കാൻ എൻ്റെ കയ്യെ പിടിച്ച് മാറ്റുന്ന നോക്കും. ഉണ്ടോ ഇതേപോലെ ഒരു കുരുത്തം കെട്ടവൻ. പങ്കിയോട് ഞാൻ പറഞ്ഞു മോളെ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു നീ കൊണ്ട് മാറടാ, എനിക്ക് എൻ്റെ പങ്കിമോളെ മതി എന്ന് പറഞ്ഞു. അങ്ങോട്ട് മാറിയിക്കടാ, പങ്കിമോൾ ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. എന്നെ പിടിച്ച് കയ്യെ പിടിച്ച് അങ്ങ് മാറ്റുക. പങ്കിച്ചെടുക്കാൻ പറഞ്ഞ് അവിടെ തന്നെ ഇന്നും പോകരുത്, ഇവൻ എന്താണെന്ന് അറിയണമല്ലോ. അവളെ വിളിക്കാതിരിക്കാൻ അവൻ സോപ്പിടിയോ ഉമ്മ അരിയൊക്കെ ചെയ്യുന്ന നോക്ക്. അവൻ എനിക്ക് സോപ്പിട്ടിട്ട് ഉമ്മ വരാനൊക്കെ വരുന്നു. പങ്കിയെ തൊടരുതെന്ന് അവൻ പറയുന്നത്. അവനങ്ങോട്ട് പിടിക്കത്തില്ല പങ്കിയെ തൊടുന്നത്. വേറെ എന്ത് വേണേലും അവൻ ചെയ്തു, പങ്കിയെ തൊടരുതെന്ന് അവൻ പറയുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ മാത്രമല്ല, ആ കൈ അവനങ്ങ് അടിച്ചെടുത്തുകൊണ്ട് പോവുക. പങ്കിയെ തൊടുന്ന കൈ ഇനി ഇങ്ങനെ തൊടുവെന്ന് അവനെന്ന് അറിയണം. അതിനാ കടിച്ചെടുത്താൻ കൊണ്ടുപോയുണ്ടോ എൻ്റെ കൈ. പങ്കിയെ വിളിച്ച് പങ്കിയെ തൊടാതിരിക്കാൻ ചെയ്യുന്നതുകൊണ്ട് ചവിട്ടി പിടിച്ചവൻ വലിച്ചൂരി എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. എൻ്റെ കൈ ഇങ്ങനെയുണ്ട്. കുരുത്തം കെട്ടവൻ്റെ പരിപാടി നോക്ക്. കൈ വലിച്ച് ഊരിയെടുക്കാൻ നോക്കുക അവനെ. എങ്ങനെയെങ്കിലും കടിച്ച് വലിച്ച് ഊരിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ കൈ ഉള്ളതുകൊണ്ടല്ലേ പങ്കിയെ തൊടുന്നത്. ഈ കൈ ഇല്ലെങ്കിൽ ഇനി എങ്ങനെ പങ്കിയെ തൊടുക എന്ന് എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞ അവൻ്റെ പരിപാടി. പരാക്രമം മൊത്തം അതാ. ആ കൈനോട് കാണിക്കുന്ന പരാക്രമം അതാണ്, പങ്കിയെ തൊടാതിരിക്കാൻ. അങ്ങനെയുണ്ട് അവൻ്റെ അതിബുദ്ധിയും അവൻ്റെ ആ അസൂയയും കുശുമ്പുമൊക്കെ ഒന്ന് നോക്കിയേ. പങ്കിയ പക്ഷേ വിട്ടുകൊടുത്തില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അടുക്കൽ തന്നെ ചേർന്ന് അവിടെ അങ്ങ് ഇരുന്നിട്ടുണ്ട്. അത്ര വെള്ളത്തില്ലല്ലോ എന്ന് പങ്കിയും തീരുമാനിച്ച്. അവൾ പുറന്നോട്ട് മാറുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഞാനും പങ്കി മാത്രം വന്നപ്പോൾ അവളോട് പറഞ്ഞ് മോൾ അങ്ങനെ നീ എൻ്റെ അടുക്കൽ നിന്ന് മാറേണ്ട കാര്യമൊന്നുമില്ല, അവൻ വരുവാന്നേ ഇടയ്ക്ക് ഒരു വിരട്ടൊക്കെ വരട്ടിയാൽ മതി, അവനങ്ങ് മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന്. അതുകൊണ്ട് അവൾ എൻ്റെ അടുക്കൽ തന്നെ ഇരിക്കുന്നു. നോക്ക്, അവനാ കുരുത്തക്കേടിനൊരു ഇതുമില്ലെന്നുള്ളതാണ്. ആ കൈ അവന് വേണം, എൻ്റെ കൈ നോക്ക്. ഈ കൈ കൊണ്ടല്ലേ പങ്കിയെ തൊടുന്നതെന്ന് അവൻ പറയുന്നത്. അതുകൊണ്ട് ആ കൈ അവനെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് കടിച്ച് വലിച്ച് ഊരിയെടുക്കാൻ 2 കൈ വെച്ച് എടുക്കുന്നു. അവൻ കടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന, ആട്ടിപ്പിഴുന്ന് പല പണിയും നോക്കുന്നുണ്ട്. പക്ഷെ പിഴുത് കിട്ടുന്നില്ല അവന്. എന്താ ചെയ്യുക, അതിൻ്റെ കുരുത്തക്കേട്. പങ്കിയുടെ അത്രയായി ഇപ്പം. 4 മാസം പ്രായമുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അവനെ? അതേസമയം പങ്കിക്ക് 12 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പങ്കി അധികം ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ദേഹത്ത് വലിയ കൊഴുപ്പും അതും ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്ലിമ്മായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് പങ്കിക്ക് പ്രായം അറിയാത്തത്.
പക്ഷേ ചവയ്ക്കുകയും തിന്നുകയൊക്കെ ചെയ്യുമ്പോൾ പങ്കിയുടെ പ്രായം അറിയാൻ പറ്റും. അവൾ ഇവൻ്റെ കൂട്ട് സ്പീഡിലൊന്നും ചവച്ച് തിന്നത്തൊന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ പണി കണ്ട പങ്കിയെ തൊടാതിരിക്കാൻ വലിച്ചങ്ങ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവച്ചോണ്ട് അവൻ ചവിട്ടി പിടിച്ചോണ്ട പങ്കിയെ തൊടാനായിട്ട് ചെല്ലുന്നതന്നെ അവനത് പിടിച്ചോണ്ട് പോന്ന് നോക്കിയേ, എത്തുന്നില്ല. അതിന് ചവിട്ടി പിടിച്ചെടുക്കും അവരെ. പങ്കി ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. പങ്കി വയലൻ്റ് ആയില്ലേ കൊള്ളാം. ഇതെല്ലാം കാണുന്നുണ്ട്. നിനക്ക് എന്താടാന്ന് ചോദിച്ച് ചാടി പിടിച്ചില്ലെങ്കിൽ കൊള്ളാം. പങ്കി എന്തായാലും ഇനി അടുക്ക തന്നെ വന്ന് എൻ്റെ അടുക്ക തന്നെ വന്ന് ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം അവളുടെ കൂടെ കറങ്ങാൻ പോയല്ലോ, അതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് പങ്കിച്ച്. ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്ക വരത്തില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവളങ്ങ് എണീറ്റ് പോയേനെ. അവൻ്റെ പണി നോക്ക്. പങ്കിയെ തൊടാതിരിക്കാൻ ആ കൈ വലിച്ചെടുത്തോണ്ട് പോകുന്ന നോക്ക്. ചവിട്ടി പിഴുതെടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. മുറിക്കത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാതെ അവനിങ്ങനെ കാണിക്കത്തതേ ഉള്ളൂ. അവൻ കളിക്കുക. അവനെ മാത്രമേ തൊടാവുള്ളൂ, അവനെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, അവനോട് പ്രേമമാകാവുള്ളൂ എന്നുള്ള ഇത് വെച്ചിട്ട് അവൻ കളിക്കുന്നത്. രാവിലെ കുറേ നേരം സിദ്ധുമോനുമായിട്ട് കളിയായിരുന്നു. അവൻ അടിച്ചു വിടുന്ന പന്തൊക്കെ പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഡീസൻ്റായിട്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ടൈഗർ ചെയ്യുന്നുണ്ട്. ഞാൻ കൈ കൊണ്ട് വീണ്ടും പങ്കിയുടെ അടുക്കലോട്ട് വെച്ചു കൊടുത്തു. പങ്കിക്ക് ഇതൊന്നും കാണണ്ട, അവൻ്റെ ഈ സ്നേഹപ്രകടനവും അവൻ എന്നെ എടുത്തിട്ട് കടിക്കുന്നത്. അതുകൊണ്ട് അവളങ്ങ് തിരിഞ്ഞിരുന്നു. ചെറിയ കുശുമ്പും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് കെറു വരുമ്പോഴാണ് അവൾ അങ്ങോട്ടങ്ങ് തിരിയുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. ഒരുപാട് പേര് അവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അവരെ തിരക്കുന്നുണ്ട്. ഇന്നലെ കറുത്ത ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടുള്ള ടൈഗറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഈ സിദ്ധാർത്ഥമൻ വീട്ടിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ ഇതേപോലത്തെയൊക്കെ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് സിദ്ധുവിന് കളിക്കാൻ പോകണ്ടായിരുന്നു. പോകേണ്ടതല്ല, പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. അവിടെ അക്കാഡമിയുടെ തൊട്ടടുത്തൊരു മരിപ്പുണ്ട്. മരണം സംഭവിച്ചുകൊണ്ട് ഇന്ന് സിദ്ധു മോന് അവധിയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും പിള്ളേരെ വിശേഷങ്ങളുമായിട്ട് വരാം. ഓക്കെ, ബൈ.